സ്വർണ്ണ നിറത്തിലുള്ള നെൽക്കതിരുകൾ കാറ്റിന്റെ താളത്തിനൊത്ത് ഒരു വശത്തേക്കങ്ങനെ ആടുകയാണ്. സമയം 4 മണിയോടടുത്തിട്ടുണ്ട്. എങ്കിലും വെയിൽ വിട്ടുമാറിപ്പോയിട്ടില്ല. പക്ഷേ ഒരു പ്രത്യേക ഇളം കാറ്റ് അവിടെ അങ്ങനെ വീശി നടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ചൂട് അറിയുന്നില്ല. അവൻ പാടവരമ്പിലൂടെ മുൻപോട്ട് നടന്നു. കറുപ്പ് ഷർട്ടും കറുപ്പ് കരയുള്ള വെള്ളം മുണ്ടുമാണ് അവന്റെ വേഷം. മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ട്. കുറച്ചു ദൂരം ആ വയലുകൾക്ക് നടുവിലൂടെ അങ്ങനെ നടന്നപ്പോൾ കണ്ടു, കുറച്ച് അകലെയായി ഓടിട്ട ഒരു 2 നില തറവാട് വീട്. ആ വീടിന് ചുറ്റും വലിയ ഉയരത്തിൽ മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓടിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ ദൂരേക്ക് കാണുന്നുള്ളൂ. ഇവിടെ നിന്നും പോകുന്നത് വരെ, കൃത്യമായി പറഞ്ഞാൽ 10 വർഷങ്ങൾക്ക് മുൻപ് വരെ, ചുവന്ന നിറത്തിൽ പുത്തൻ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ ഓടുകളെല്ലാം. പക്ഷേ ഇന്ന് അതെല്ലാം ഏകദേശം കറുപ്പ് നിറത്തിലേക്ക് മാറിയിരിക്കുന്നു. വർഷം 10 കഴിഞ്ഞില്ലേ? അതൊരു ചെറിയ കാലയളവ് അല്ലല്ലോ, അവൻ ഓർത്തു. അവന്റെ കാലുകൾ ആ തറവാട് ലക്ഷ്യം വെച്ച് പതിയെ നീങ്ങിക്കൊണ്ടിരുന്നു. പാടത്തിലൂടെ നടന്ന് അവസാനം ഒരു 10 പടികളോളമുള്ള ഒരു പടിക്കെട്ടിന് അടുത്തെത്തി. പാടത്തു നിന്നും കയറുന്ന ആ പടിക്കെട്ട് ആ തറവാട്ടുമുറ്റത്തേക്കുള്ളതായിരുന്നു. പടിക്കെട്ട് കയറി മേലെ ചെന്നാൽ ഒരു ഗേറ്റ് കാണാം. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ അധികം ഉയരമില്ലാത്ത 2 പാളികളുള്ള ഒരു ചെറിയ ഗേറ്റ്. പെട്ടെന്ന് പട്ടുപാവാടയുടുത്ത ഒരു പെൺകുട്ടി ഗേറ്റ് തുറന്ന് മുറ്റത്തേക്കോടി. അവൾക്ക് പിറകെ തന്നെ അമ്മു നിൽക്കെന്നും പറഞ്ഞ് ഒരാൺകുട്ടിയും. അവൾ ഇല്ല, നിൽക്കില്ല ദേവേട്ട എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അവരെ കണ്ട് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് അവരുടെ കളിച്ചിരികൾ നിന്നു. ആ പെൺകുട്ടിയും ആൺകുട്ടിയും അപ്രത്യക്ഷമായി. ഗേറ്റ് ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു. അവന്റെ ചിരി മാഞ്ഞു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തരം നൊമ്പരം അവന്റെ ഉള്ളിൽ നിറഞ്ഞു. അവൻ പതിയെ തുരുമ്പ് പിടിച്ചു തുടങ്ങിയ ആ ഗേറ്റ് തുറന്നതും അധികം ഉപയോഗിക്കാത്തത് കൊണ്ടെന്ന പോലെ ചെറിയൊരു കരകര ശബ്ദം കേട്ടു. അവൻ പതിയെ അകത്തേക്ക് നടന്നു. പറമ്പെല്ലാം ചെറുതായി കാടു പിടിച്ചിട്ടുണ്ടെങ്കിലും മുറ്റമെല്ലാം വൃത്തിയിൽ തന്നെ അടിച്ചുവാരി ഇട്ടിട്ടുണ്ട്. ഉമ്മറവാതിൽ തുറന്നു കിടപ്പുണ്ട്. പക്ഷേ ഉമ്മറത്ത് ആരെയും കാണുന്നില്ല. അവൻ പതിയെ ഉമ്മറത്തേക്ക് നടന്നു. ഉമ്മറത്ത് എത്താനായതും അകത്തുനിന്നും ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് അമ്മായിയാണെന്ന് അവന് മനസ്സിലായി. ആരാ ഇത്? ദേവനോ? ജനവാതിലൂടെ നോക്കിയപ്പോൾ പാടത്തൂടെ ആരോ വരുന്നത് പോലെ തോന്നിയിരുന്നു. വേറെ എങ്ങോട്ടെങ്കിലും ആകുമെന്നാ കരുതിയെ. പിന്നെ ഇങ്ങോട്ടേക്കുള്ള പടി കയറുന്നത് കണ്ടപ്പോൾ ഉറപ്പായി ഇങ്ങോട്ടേക്കാണെന്ന്. അപ്പോഴും മനസ്സിലായില്ല ദേവനാണെന്ന്. മോനിരിക്കി, അമ്മായി പറഞ്ഞു. അവനൊരു ചിരിയോടെ ഉമ്മറത്തേക്ക് കയറി അവിടെയുള്ള മരത്തിന്റെ കസേരയിലേക്കിരുന്നു. ദൂരേക്കുള്ള കാഴ്ചകളൊന്നും അങ്ങനെ നല്ലോണം കാണില്ല. ചെറിയൊരു കാഴ്ചക്കുറവുണ്ട്. പക്ഷേ അടുത്തെത്തിയപ്പോൾ നിന്നെ എനിക്ക് മനസ്സിലായി. കുറച്ച് തടിയും വെച്ച് നിറവും വെച്ചു. അല്ലാതെ മുഖത്തിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അമ്മായി അവനെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മായിക്ക് സുഖാണോ? അവൻ ചോദിച്ചു. അതുകേട്ട് അമ്മായി പതിയെ ഒന്ന് ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ നിറഞ്ഞു നിന്നത് അത്രയും നോവാണെന്ന് മാത്രം. എന്ത് സുഖം കുട്ടിയെ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. നീ വന്നിട്ടുണ്ടെന്ന് ഇന്നാള് ആരോ പറഞ്ഞു. ആരായിരുന്നു? ആ അപ്പു. അവനിടയ്ക്ക് ഇവിടെ വരും. പിന്നെ നിന്റെ അമ്മയും. സത്യം പറഞ്ഞ അവര് മാത്രമേ ഇവിടേക്കിപ്പോ വരാറുള്ളൂ. കാലം മാറി. പണ്ടത്തെ പോലെയല്ലല്ലോ ഇപ്പോ. അതുകൊണ്ട് ആർക്കും വേണ്ടാതായി. കണ്ണുകളിൽ നോവ് നിറച്ച് അത് പറയുമ്പോഴും അവരുടെ ചുണ്ടിൽ നേർത്തൊരു ചിരി അപ്പോഴും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് കേൾക്കെ ദേവന് ആകെ വല്ലാതെയായി. ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത്. അവൻ ഇവിടുന്ന് പോകുമ്പോൾ പണവും സ്വത്തും ആളുകളും ആവശ്യത്തിന് ഉള്ളവരായിരുന്നു അവർ. മുൻപ് അമ്മ പറഞ്ഞിരുന്നു ഇപ്പോൾ പണ്ടത്തേതുപോലെ ഒന്നുമല്ല, ആകെ കഷ്ടത്തിലാണെന്ന്. എങ്കിലും ഇത്രമാത്രം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. മോനിരിക്കി, അമ്മായി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, എന്നിട്ട് പറയാം ബാക്കി വിശേഷങ്ങളൊക്കെ. പറഞ്ഞുകൊണ്ട് അമ്മായി പതിയെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. കാലുവേദനയുണ്ടെന്ന് തോന്നുന്നു. സൂക്ഷിച്ച് പതിയെയാണ് നടക്കുന്നത്. അകത്തേക്ക് നടന്നു പോകുന്ന അമ്മായിയെ അവനൊന്ന് നോക്കി. തലമുടി അധികവും നരച്ചു തുടങ്ങിയിരിക്കുന്നു. കൺതടങ്ങളിൽ ആകെ കറുപ്പ് പടർന്നിട്ടുണ്ട്. വല്ലാതെ ക്ഷീണിച്ചതുപോലെ. പണ്ടത്തെ ആ ഉന്മേഷവും ഉണർവുമൊന്നും ഇപ്പോൾ അവർക്കില്ലെന്ന് അവന് തോന്നി. അമ്മായി അകത്തേക്ക് ചെന്നതും അവൻ അവിടെ ആകെ ഒന്ന് നോക്കി. വീടിന് പെയിന്റ് അടിച്ചിട്ട് വർഷങ്ങൾ ഏറെയായി കാണണം. അവയുടെ നിറമെല്ലാം ആകെ മങ്ങിപ്പോയിരിക്കുന്നു. എങ്കിലും ഉള്ളതെല്ലാം വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. പറമ്പ് മുഴുവനും കാടു പിടിച്ചാണ് കിടക്കുന്നത്. എങ്കിലും മുറ്റം ഒന്നാകെ അടിച്ചുവാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ ചെറിയൊരു തെളിച്ചമുണ്ട്. എങ്കിലും പണ്ടത്തേതുപോലെയല്ല, ഒത്തിരി മാറിയിരിക്കുന്നു.
അവന്റെ ഓർമ്മകൾ വർഷങ്ങൾ പിറകിലേക്ക് ചെന്നു. ഈ പറമ്പിലൂടെ എത്ര ഓടിക്കളിച്ചിരിക്കുന്നു, ഈ തറവാട്ടിൽ നിന്നും എത്ര ഭക്ഷണം കഴിച്ചിരിക്കുന്നു. അന്നെല്ലാം അവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോലും വലിയ പ്രയാസമായിരുന്നു. സത്യം പറഞ്ഞാൽ പല ദിവസങ്ങളിലും ഇവിടത്തെ ഭക്ഷണമായിരുന്നു അവന്റെ വിശപ്പ് അകറ്റിയിരുന്നത്. അവന്റെ മാത്രമല്ല, അവന്റെ വീട്ടിലുള്ളവരുടെയും. എന്തൊക്കെയോ ഓർത്തോർത്ത് അവസാനം അവന്റെ ഓർമ്മകൾ ഒരു 13 വയസ്സുകാരിയിൽ എത്തി നിന്നു. ഗായത്രി, അതായിരുന്നു അവളുടെ പേര്. അമ്മു എന്ന് വിളിക്കും. പട്ടുപാവാട ഉടുത്ത് അവന്റെ പിന്നാലെ ഓടിക്കളിച്ചു നടന്നിരുന്നവൾ. ദേവേട്ട എന്നും വിളിച്ചുകൊണ്ട് എപ്പോഴും അവന്റെ പിന്നാലെ തന്നെയായിരുന്നു അവൾ. ഒരേ സ്കൂളിലായിരുന്നു അവർ പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പോക്കും വരവുമെല്ലാം ഒരുമിച്ചായിരുന്നു. സ്കൂൾ വിട്ടു വരുമ്പോൾ കണ്ട മാവിലും ചാമ്പക്കമരത്തിലുമെല്ലാം കയറി അവൾക്ക് വേണ്ടതെല്ലാം അവൻ പറിച്ചു കൊടുക്കുമായിരുന്നു. ഇല്ലെങ്കിൽ അവന് ചെവിക്ക് സ്വൈര്യം കൊടുക്കില്ല അവൾ. അത്രയേറെ കുറുമ്പി. എല്ലാത്തിനും അവൾക്ക് കുറുമ്പായിരുന്നു. സ്കൂളിലും വീട്ടിലും നാട്ടിലുമെല്ലാം എന്താവശ്യത്തിനും അവൻ അവളുടെ കൂടെ വേണമായിരുന്നു. അവളുടെ എല്ലാ കുറുമ്പിനും അവൻ കൂട്ടുനിൽക്കുമായിരുന്നു എന്നത് വേറൊരു കാര്യം. 15-ാം വയസ്സിൽ കൂട്ടുകാരന്റെ അച്ഛന്റെ ഒപ്പം ഡൽഹിക്ക് ജോലിക്ക് പോകുമ്പോൾ ദേവേട്ട പോകല്ലേ എന്നും പറഞ്ഞ് 2 കണ്ണും നിറച്ച് പൊട്ടിക്കരഞ്ഞവളെ അവന് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നാണ് അവസാനമായി അവളെ കാണുന്നത്. പിന്നീട് ഇതുവരെ കണ്ടിട്ടേയില്ല. അന്ന് അവൾ 8ാം ക്ലാസ് കഴിഞ്ഞു നിൽക്കുന്നു, അവൻ 10ാം ക്ലാസ്സും. അന്ന് അവന്റെ വീട്ടിലെ സ്ഥിതി വളരെ മോശമായിരുന്നു. അവന് അച്ഛനുണ്ടായിരുന്നില്ല, അമ്മയും 2 അനുജത്തിമാരും. അവരെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ വീടും വീട്ടുകാരെയും നാടും എല്ലാം വിട്ട് അവൻ ഡൽഹിക്ക് പോയി. അവൻ പിന്നീട് അവിടെ തന്നെയായിരുന്നു, നാട്ടിലേക്ക് വന്നതേയില്ല. പക്ഷേ മാസാമാസം ചെറുതെങ്കിലും ഒരു തുക അവന്റെ വീട്ടിലെത്തുമായിരുന്നു. ആദ്യമൊക്കെ അയക്കുന്നത് അവരുടെ വിശപ്പ് അകറ്റാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കുറച്ചു കുറച്ചായി കൂട്ടിക്കൂട്ടി അയച്ചു തുടങ്ങി. അവൻ അവന്റെ അനിയത്തിമാരെ പഠിപ്പിച്ചു. സത്യം പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടിയില്ല, കുറച്ച് പൈസ ഉണ്ടാക്കണം, നല്ലൊരു നിലയിലെത്തണം, ഇനിയെങ്കിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം എന്ന് മാത്രമേ അവന് ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ അവൻ നാട്ടിലേക്ക് വരാൻ പോലും മറന്നുപോയി. പക്ഷേ അവൻ ആഗ്രഹിച്ചതുപോലെ ചെറുതല്ലാത്ത ഒരു നിലയിലെത്താൻ അവന് വർഷങ്ങൾ ഏറെ എടുക്കേണ്ടി വന്നു. ഏകദേശം ഒരു 8 വർഷത്തോളം. ശരിക്കും പറഞ്ഞാൽ 2 വർഷമായിട്ടേയുള്ളൂ അവൻ വിശ്രമം എന്തെന്ന് അറിഞ്ഞിട്ട്. അതുവരെയും അവനൊരു ഓട്ടത്തിലായിരുന്നു, എവിടെയും നിൽക്കാൻ പറ്റാത്ത ഒരു തരം ഓട്ടത്തിൽ. അതിനിടയ്ക്ക് അമ്മുവിൻ്റെ കല്യാണം കഴിഞ്ഞു. അമ്മുവിൻ്റെ അച്ഛൻ മരിച്ചു. അങ്ങനെ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അമ്മുവിൻ്റെ കല്യാണം, അത് ആലോചിക്കുമ്പോൾ അവന് ഇന്നും ഒരു വേദനയാണ്. 5 വർഷങ്ങൾക്ക് മുൻപ് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മുവിൻ്റെ കല്യാണം ഉറപ്പിച്ചെന്ന്. ഒരുപാട് സ്വത്തും പണവും പ്രതാപവും ഒക്കെയുള്ള ഏതോ വലിയ തറവാട്ടുകാർ. ചെക്കൻ ഡോക്ടറാണ്, നല്ല കൂട്ടരാണ്, അമ്മുവിൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അവനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കി. ഇപ്പോഴും ജീവിതം ഒരു കരയ്ക്ക് എത്തിയിട്ടില്ല. എത്തുമോ എന്ന് ഉറപ്പ് പോലുമില്ല. എപ്പോഴും പിന്നാലെ നടന്ന് കുറുമ്പ് കളിച്ചിരുന്ന ആ കളിക്കൂട്ടുകാരിയോട് എപ്പോഴോ തോന്നിയൊരിഷ്ടം അവൾക്ക് കിട്ടുന്ന ഭാഗ്യം ഓർത്തപ്പോൾ, അവളുടെ നല്ല ജീവിതത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവന് മറന്നു കളയേണ്ടി വന്നു. അല്ലെങ്കിൽ മറന്നു കളഞ്ഞെന്ന് സ്വയം പറഞ്ഞു പഠിപ്പിക്കേണ്ടി വന്നു. അമ്മു സമ്മതിച്ചോ? അവൾക്ക് സന്തോഷാണോ? എന്നെ അവൻ ചോദിച്ചുള്ളൂ. അതുമാത്രമേ അവന് അറിയേണ്ടിയിരുന്നുള്ളൂ. പിന്നെ അവൾക്ക് സന്തോഷമില്ലാതിരിക്കോ? അത്ര നല്ല ബന്ധമാടാ വന്നിരിക്കുന്നേ. അമ്മ പറഞ്ഞതും അവൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. വെറുതെ ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അമ്മയ്ക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേറെ എന്തൊക്കെയോ സംസാരിച്ച ശേഷം അന്ന് ആ ഫോൺ വെച്ചു. പിന്നീട് അവളുടെ അച്ഛൻ രാഘവൻ നായർ കല്യാണം പറയാൻ വേണ്ടി അവനെ വിളിച്ചിരുന്നു. അപ്പോഴും എന്തിനെന്നറിയാതെ അവൻ പ്രതീക്ഷിച്ചിരുന്നു അവൾ ഫോൺ വാങ്ങി സംസാരിക്കുമെന്ന്. എന്നാൽ അതും ഉണ്ടായില്ല. ലീവ് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. കിട്ടിയാൽ വരാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. അവൾക്ക് താൻ വെറുമൊരു കളിക്കൂട്ടുകാരൻ, അല്ലെങ്കിൽ ഒരു സഹോദരൻ, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നവൻ കരുതി. തനിക്ക് മാത്രമാണ് ഇഷ്ടം തോന്നിയത്, തനിക്ക് മാത്രം. അന്നവൻ ഒരുപാട് കരഞ്ഞു. കരഞ്ഞ് അത്താഴം പോലും കഴിക്കാതെയാണ് അവൻ അന്ന് ഉറങ്ങിപ്പോയത്. അവളുടെ കുറുമ്പ് നിറഞ്ഞ മുഖം, ആ സ്വരം അവനെ അത്രമേൽ വേദനിപ്പിച്ചു. എല്ലാ ഇഷ്ടവും നടക്കണമെന്നില്ലല്ലോ. അവന്റെ ഇഷ്ടം അവളുടെ സന്തോഷത്തിനും ജീവിതത്തിനും ഒരു തടസ്സമാകരുതെന്ന് അവൻ കരുതി. സ്വയം വേദനിച്ചുകൊണ്ട് അവൻ അവളെ മറക്കാൻ ശ്രമിച്ചു. ചെലവ് ചുരുക്കിയും എങ്ങനെയൊക്കെയോ മിച്ചം വെച്ചും അരപ്പവന്റെ വള വാങ്ങാനുള്ള പൈസ അവൻ ഒപ്പിച്ചെടുത്തു. അത് അവൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവളുടെ ദേവേട്ടൻ തന്നതാണെന്ന് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു.
കാരണം അതിലവൻ്റെ പ്രണയമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, കഷ്ടപ്പാടും കണ്ണീരും ഉണ്ടായിരുന്നു. അവളുടെ കല്യാണ ദിവസം എങ്ങനെയാണ് തള്ളി നീക്കിയത് എന്ന് അവനിപ്പോഴും അറിയില്ല. വല്ലാത്തൊരു മരവിപ്പായിരുന്നു അന്ന്. ഓടിച്ചെന്ന് അവൾ തൻ്റേതാണെന്നും പറഞ്ഞ് ആർക്കും വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിക്കണം എന്ന് വരെ അവന് തോന്നിപ്പോയിരുന്നു. പക്ഷേ സാധിക്കില്ല. പണം, സ്വത്ത്, സമ്പത്ത് ഇതിൻ്റെയൊക്കെ മുൻപിൽ ഒന്നുമില്ലാത്തവൻ്റെ ചില ഇഷ്ടങ്ങൾ തള്ളിക്കളഞ്ഞേ പറ്റൂ. അവിടുത്തെ ജോലിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മോനെ? കഷ്ടപ്പാട് ആയിരുന്നോ? അമ്മായി ഉമ്മറത്തെ തിണ്ണയിൽ വന്നിരുന്നു കൊണ്ട് അവനോട് ചോദിച്ചു. എന്താ അമ്മായി ചോദിച്ചേ? അവൻ ചിന്തകളുടെ ഏതോ ലോകത്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മായി ചോദിച്ചത് എന്തെന്ന് അവൻ കേട്ടിരുന്നില്ല. നീ ഈ ലോകത്തൊന്നുമല്ലേ മോനെ? എന്തുപറ്റി വയ്യേ? അമ്മായി അവനെ വാത്സല്യത്തോടെ നോക്കി. ഏയ്, അങ്ങനെയൊന്നുമില്ല അമ്മായി, ഞാൻ വെറുതെ എന്തൊക്കെയോ ആലോചിച്ച്. അവൻ നേർത്തൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. അമ്മായിക്ക് കാലിന് വയ്യേ? അവൻ ചോദിച്ചു. തേയ്മാനമാണ്. അത് തുടങ്ങിയിട്ടിപ്പോ എത്രയായി? ഇപ്പോ കുറച്ച് കുറവാ. മരുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് പോട്ടെ. കുറവില്ലേൽ നമുക്ക് ഡോക്ടറെ മാറ്റി കാണിക്കാം. ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ ഏതാ നല്ല ഡോക്ടർ ഉള്ളതെന്ന്, അവൻ പറഞ്ഞു. അതൊന്നും വേണ്ട കുട്ടിയെ, ഇപ്പോഴത്തെ മരുന്ന് കുടിച്ചിട്ട് കുറവുണ്ട്. കുറഞ്ഞിട്ടില്ലേൽ ഞാൻ പറയാം, അപ്പോ നോക്കാം. നല്ല കഥയായി. കുറവില്ലേലും അമ്മായി അങ്ങനെ പറയൂ. അവൻ പറഞ്ഞതും അതാണ് സത്യം എന്നതുപോലെ അമ്മായി ഒന്ന് ചിരിച്ചതേയുള്ളൂ. 10 കൊല്ലമായില്ലേ നീ ഇവിടുന്ന് പോയിട്ട്? എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുക. പക്ഷേ അതിനിടയ്ക്ക് എന്തെല്ലാം സംഭവിച്ചു. പറഞ്ഞുകൊണ്ട് അമ്മായി ഉടുത്തിരുന്ന നേരിയതിൻ്റെ തുമ്പുകൊണ്ട് കണ്ണു തുടച്ചു. അവനൊന്നും പറഞ്ഞില്ല. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവന് അറിയില്ലായിരുന്നു. അത്തരം കാര്യങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവനൊരു വല്ലായ്മയോടെ അമ്മായിയെ നോക്കി. അവിടെ സുഖമാണോ കുട്ടിയെ? ബുദ്ധിമുട്ടുണ്ടോ? അമ്മായി ചോദിച്ചു. ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അമ്മായി. ഇപ്പോൾ ഒരു 2 വർഷമായി വലിയ കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുന്നത് തന്നെ. അതുവരെ ഓടടാ ഓട്ടായിരുന്നു. അന്ന് പോയതിൽ പിന്നെ ഇപ്പോ അല്ലേ വരണത് നീ? അവനൊന്ന് മൂളി. എങ്ങനെ പിടിച്ചു നിന്നു നീ ഇത്ര കാലം? 10 കൊല്ലം എന്ന് പറഞ്ഞാൽ അത്ര ചെറുതാണോ? അവർ ചോദിച്ചു. അവനൊന്നും പറഞ്ഞില്ല. വെറുതെ ഒന്ന് ചിരിച്ചതേയുള്ളൂ. സത്യം പറഞ്ഞാൽ എങ്ങനെ പിടിച്ചു നിന്നെന്ന് അവന് തന്നെ അറിയില്ല. അന്നത്തെ കാലം ആലോചിക്കുമ്പോൾ ഇന്നും ഉള്ളിലൊരു വിങ്ങലാണ്. എങ്കിലും സാരില്ല കുട്ടിയെ, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതുതന്നെ വലിയ കാര്യം. രാഘവേട്ടൻ എപ്പോഴും പറയായിരുന്നു നിന്റെ കാര്യം. എവിടെയെങ്കിലും ചെന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന്. അവൻ്റെ മുഖം കണ്ട് അമ്മായി പറഞ്ഞു. ഇവിടുന്ന് പോകുമ്പോൾ രാഘവമാമ തന്ന പൈസ മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാത്രം അവിടെ ചെന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അതൊക്കെ എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ അമ്മായി? പറയുമ്പോൾ അവൻ്റെ ശബ്ദം നേർത്തിരുന്നു. അവനൊന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ വാക്കുകളിൽ അവരോടുള്ള നന്ദിയും കടപ്പാടും നിറഞ്ഞു നിന്നിരുന്നു. അത് അമ്മായിക്കും മനസ്സിലായിരുന്നു. അമ്മായി നിറഞ്ഞ മനസ്സോടെ തന്നെ ഒന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു. രാഘവമാമ മരിച്ചത് അറിഞ്ഞിരുന്നു. വരണമെന്ന് ഒത്തിരി വിചാരിച്ചതാ. പക്ഷെ അന്ന് ലീവ് കിട്ടിയില്ല. 2-3 ദിവസം കഴിഞ്ഞാൽ ലീവ് കിട്ടും, അപ്പോൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് എന്താ കാര്യം? രാഘവമാമയെ കാണാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ മാനേജർക്ക് ബന്ധങ്ങളുടെ വിലയൊന്നും അറിയില്ലെന്നേ. അയാൾക്ക് പൈസ മാത്രം മതി. അതിനു മുൻപിൽ അയാൾ എന്തും മറക്കും. എന്തേലും പറഞ്ഞാൽ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് പൊയ്ക്കോന്ന് പറയും. അവനൊരു വല്ലായ്മയോടെ തന്നെ പറഞ്ഞു. അവനെ അത്രയേറെ നോക്കിയ മനുഷ്യനാണ്. തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. മരിച്ചപ്പോൾ പോലും വരാൻ പറ്റിയില്ലല്ലോ എന്നൊരു കുറ്റബോധം അവൻ്റെ വാക്കുകളിലും മുഖത്തും നിറഞ്ഞു നിന്നിരുന്നു. സാരില്ല, അതിനൊന്നും അമ്മായിക്ക് ഒരു കുഴപ്പവുമില്ല. ഇപ്പോഴെങ്കിലും കുട്ടി വന്നല്ലോ. ഇവിടം വരെ വന്നിട്ട് ഞങ്ങളെ ഒന്ന് കാണാതെ പോയില്ലല്ലോ. അമ്മായിക്ക് അത് മതി. സന്തോഷായി, അമ്മായി പറഞ്ഞു. അവനൊന്നും പറയാതെ അല്പസമയം അവരെ തന്നെ ഒന്ന് നോക്കി. അവന് എന്തെന്നില്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെ തോന്നി. വല്ലാത്തൊരു അസ്വസ്ഥത. അവൻ കൈകൾ തമ്മിലൊന്ന് തിരുമ്മി. അമ്മു ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. എന്തേ പുറത്തേക്ക് വരാത്തത്? അമ്മായി പറഞ്ഞില്ലേ ഞാൻ വന്ന കാര്യം? അവൻ പതിയെ ചോദിച്ചു. അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അവന് അല്പം ആശ്വാസം തോന്നിയത്. അവൻ ചോദിച്ചത് കേട്ട് അമ്മായി ഒന്ന് ചിരിച്ചു. ഞാൻ വിചാരിക്കായിരുന്നു നീ വന്ന് ഇത്ര നേരമായിട്ടും എന്താ അമ്മൂനെ ചോദിക്കാത്തത് എന്ന്. നിങ്ങൾ തമ്മിൽ വലിയ കൂട്ടായിരുന്നല്ലോ. എപ്പോഴും നിങ്ങൾ ഒരുമിച്ചായിരുന്നു. അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ രാഘവേട്ടൻ അടിക്കാൻ ചെല്ലുമ്പോഴേക്കും
നീ അവൾക്ക് മുൻപിൽ കയറി നിൽക്കും. അവളുടെ എല്ലാ കുറുമ്പിനും കൂട്ടുനിൽക്കുന്നത് നീയായിരുന്നു. പണ്ടത്തെ കാര്യം ഓർത്തെടുത്തതുപോലെ അവരൊരു ചിരിയോടെ പറഞ്ഞു. അവനും അത് കേട്ട് ഒന്ന് ചിരിച്ചു. ഓർമ്മകൾ ഇരുവരെയും വല്ലാതെ നോവിക്കും പോലെ. ഹൃദയത്തിനകത്ത് ഒരു വേദന. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് നീ വന്നിട്ടുണ്ടെന്ന്. അവളിപ്പോൾ വരും. ചായ എടുക്കാണ്. അമ്മായി പറഞ്ഞതും അവനൊന്ന് തലയാട്ടി. അവളെ ഒരു നോക്ക് കാണാൻ കണ്ണുകൾ പിടയ്ക്കുകയാണ്. നെഞ്ചിനകത്ത് വല്ലാത്തൊരു പിടച്ചിൽ. ആയില്ലേ അമ്മു? കുറച്ചു കഴിഞ്ഞതും അമ്മായി അകത്തേക്ക് വിളിച്ചു ചോദിച്ചു. ആയമ്മേ, ദേ വരുന്നു. അകത്തുനിന്നും അവളുടെ മറുപടി എത്തി. വർഷങ്ങൾക്കിപ്പുറം അവളുടെ ശബ്ദം. ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും മധുരമേറിയ ശബ്ദം അവളുടേതാണെന്ന് പോലും അവന് തോന്നിപ്പോയി. അവളുടെ ശബ്ദം മാത്രം അവൻ്റെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കേട്ടു. അല്പസമയത്തിനു ശേഷം ഒരു കൈയിൽ ചായ ഗ്ലാസും മറുകൈയിൽ പലഹാരപാത്രവും പിടിച്ച് അവൾ പുറത്തേക്ക് വന്നു. 10 വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. കുറച്ച് നീട്ടം വെച്ചിട്ടുണ്ടെന്നേയുള്ളൂ. വേറെ യാതൊരു മാറ്റവുമില്ല. ഒന്ന് തടിച്ചിട്ട് പോലുമില്ല. സാധാരണ ഒരു കോട്ടൺ ചുരിദാറാണ് വേഷം. കാതിൽ ഒരു ചെറിയ സ്വർണത്തിന്റെ മുട്ടുകമ്മൽ. നെറുകിൽ സിന്ദൂരമില്ല. കഴുത്തിൽ താലിയില്ല. ഒരു കൈയിൽ മാത്രം വീതി കുറഞ്ഞ വളരെ നേർത്ത ഒരു വളയുണ്ട്. യാതൊരു ചമയങ്ങളുമില്ല. കണ്ണുപോലും എഴുതിയിട്ടില്ല. പണ്ടത്തെ ആ കുറുമ്പും തേജസ്സും ഒന്നും ഇപ്പോൾ ആ മുഖത്തില്ല. വല്ലാത്തൊരു നിർവികാരത മാത്രം അവിടം നിറഞ്ഞു നിൽക്കുന്നത് പോലെ. അവളെ ഇങ്ങനെ ഇതുപോലെ കാണേണ്ടി വരുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. തൻ്റെ ഇഷ്ടം പോലും മറന്നു കളഞ്ഞത് അവളുടെ നല്ല ജീവിതത്തിന് തടസ്സമാകരുതെന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചില്ല. എല്ലാം നഷ്ടപ്പെട്ട് തകർന്നതുപോലെ നിൽക്കുന്ന അവളെ കാണുമ്പോൾ അവൻ്റെ നെഞ്ച് പിടയുന്നുണ്ടായിരുന്നു. അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചെന്നു വരുത്തി. ദേവേട്ടൻ വന്നു എന്ന് അപ്പുവേട്ടൻ പറഞ്ഞു. പക്ഷേ ഇങ്ങോട്ട് വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അവളൊരു നേർത്ത ചിരിയോടെ തന്നെ പറഞ്ഞു. അതെന്താ അമ്മു അങ്ങനെ പറഞ്ഞേ? എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? അവൻ ചോദിച്ചു. അങ്ങനെയല്ല ദേവാ, ഇവിടേക്കിപ്പോൾ ആരും വരാറില്ല. ഞങ്ങളെ ആർക്കും വേണ്ടാത്തതുപോലെയാ. അതാ അമ്മു അങ്ങനെ പറഞ്ഞേ. അമ്മായി ഒരു നോവോടെ പറഞ്ഞു. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അമ്മായി. എന്നാൽ എനിക്ക് അങ്ങനെയല്ല. വന്ന വഴി മറക്കുന്നവനല്ല ഞാൻ. ഞാൻ എന്തായിരുന്നു എന്നും എങ്ങനെയായിരുന്നെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഒന്നും മറന്നിട്ടില്ല. പണ്ട് ഒന്നുമില്ലായിരുന്നു ഞങ്ങൾക്ക്. എന്നിട്ടും ഇവിടെ കയറിയിറങ്ങാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും രാഘവമാമയാണെങ്കിലും അമ്മായിയാണെങ്കിലും തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ എത്ര ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. രാഘവമാമ തന്ന പൈസയ്ക്കാണ് ഞാൻ ഡൽഹിക്ക് പോയത് പോലും. അന്ന് ആ പൈസ എനിക്ക് എത്രമാത്രം ഉപകരിച്ചെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല അമ്മായി. ഇന്നും ആ പൈസയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു മൂല്യമുണ്ട്. അത് എനിക്ക് മാത്രമേ അറിയൂ. അവൻ പറഞ്ഞു. അത് മോൻ്റെ നല്ല മനസ്സ്. എല്ലാവർക്കും അത് ഉണ്ടാകണം എന്നില്ല മോനെ. പറഞ്ഞുകൊണ്ട് അവരൊന്ന് നെടുവീർപ്പിട്ടു. ദേവേട്ടൻ ചായ കുടിക്കി. അവൾ പറഞ്ഞതും അവൻ ആ ചായ ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്തു. ആ നീ കണ്ടിട്ടില്ലല്ലോ ദേവാ, ഇതേതാ വളയെന്ന് അറിയോ? പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവളുടെ കൈപിടിച്ച് അവന് കാണിച്ചു കൊടുത്തുകൊണ്ട് അമ്മായി പറഞ്ഞു. അവൻ ആ വളയിലേക്ക് ഒന്ന് നോക്കി. അവന് അത് ഏതാണെന്ന് മനസ്സിലായില്ല. നോക്കണ്ട, നീ കണ്ടിട്ടില്ല. ഇത് ഇവളുടെ കല്യാണത്തിന് നീ സമ്മാനമായി കൊടുത്തില്ലേ ആ വളയാ. കല്യാണം കഴിഞ്ഞ ശേഷം വേറൊരു പൊന്ന് ഇട്ടില്ലെങ്കിലും ഇവൾ ഇതിടുമായിരുന്നു. കല്യാണത്തിന് നിന്റെ അമ്മ ഇവിടെ വന്ന് ഇവളുടെ കയ്യിൽ ഇത് ഇട്ടുകൊടുത്തതിന് ശേഷം അന്നു മുതൽ ഇന്ന് വരെ ദാ ഇത് ഇവളുടെ കയ്യിലുണ്ട്. ചോദിച്ചാൽ പറയും ഇത് വാങ്ങിത്തരാൻ നീ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഒരു പുഞ്ചിരിയോടെ അമ്മായി പറയുമ്പോൾ അവനൊന്ന് ഞെട്ടി. ഈ വളയുടെ പൈസ അയച്ചു കൊടുക്കാൻ അന്നവൻ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ ഇഷ്ടവും സ്വപ്നവും കണ്ണീരും കഷ്ടപ്പാടും എല്ലാം അതിലുണ്ട്. അവനൊരു അത്ഭുതത്തോടെ തന്നെ അവളെ ഒന്ന് നോക്കി. അവളൊന്നും പറയാതെ ആ വളയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതൊന്നും വേണ്ടിയിരുന്നില്ല കുട്ടിയെ. നീ ഒന്ന് വന്നാൽ മാത്രം മതിയായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയോ ഇതുണ്ടാക്കാൻ? അവനതിന് അവരെ നോക്കി ഒന്ന് ചിരിച്ചതേയുള്ളൂ. അന്ന് ലീവ് കിട്ടിയില്ല, എല്ലേൽ വന്നേനെ. അതുമാത്രമേ അവൻ പറഞ്ഞുള്ളൂ. വളയെക്കുറിച്ചൊന്നും അവൻ പറഞ്ഞില്ല. അന്ന് നീ വരാതിരുന്നപ്പോൾ ഇവൾക്ക് എന്തുമാത്രം സങ്കടമായെന്നറിയോ? ഒത്തിരി കരഞ്ഞു എൻ്റെ കുട്ടി അന്ന്, അമ്മായി പറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല, വെറുതെ ഒന്ന് ചിരിച്ചെന്ന് മാത്രം. അല്ലെങ്കിലും എന്തു പറയാനാണ്, അന്ന് അവനും കരച്ചിലിൻ്റെ ദിവസമായിരുന്നല്ലോ. അമ്മ ബന്ധമൊഴിയാൻ പോകുകയാണെന്ന് അമ്മ പറഞ്ഞു. പക്ഷേ എന്താ കാരണമെന്ന് അമ്മ പറഞ്ഞതുമില്ല. എന്തു പറ്റി? അവിടെ എന്തേലും പ്രശ്നമുണ്ടോ? കുറച്ചു സമയം കഴിഞ്ഞതും അവൻ ചോദിച്ചു. അമ്മായി അവനെ ഒന്ന് തലയുയർത്തി നോക്കി.
അമ്മായിയെ നോക്കിയ ശേഷം അവൻ അവളെയൊന്ന് നോക്കി. എന്നാൽ അവളുടെ നോട്ടം അപ്പോഴും ആ വളയിലേക്ക് തന്നെയാണ്. അതിങ്ങനെ വെറുതെ തൊട്ടും തലോടിയും അങ്ങനെ നിൽക്കുന്നു. അവൻ അത് ശ്രദ്ധിച്ചിരുന്നു. അവൻ അമ്മായിയെ തിരിഞ്ഞു നോക്കി. കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 5 കൊല്ലായില്ലേ? അത്യാവശ്യം പൊന്നും പണവും ഒക്കെ കൊടുത്തു തന്നെയാ കല്യാണം നടത്തിയത്. അതിന്റെ പേരിലൊന്നുമല്ല പ്രശ്നം. കുട്ടികൾ ഉണ്ടാവാത്തത് ഇവളുടെ കുഴപ്പമാണെന്നും പറഞ്ഞ് അവിടെ എന്നും പ്രശ്നമായിരുന്നു. ഇവളുടെ കല്യാണം കഴിഞ്ഞ് 3 കൊല്ലം തികച്ച് ആയിട്ടില്ല. അപ്പോഴേക്കും രാഘവേട്ടൻ അങ്ങ് പോയല്ലോ. അപ്പോൾ പിന്നെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലെന്ന് കരുതി കാണും. അവിടെ എന്നും പ്രശ്നമായിരുന്നു. പക്ഷേ ഇവളിവിടെ ഇതൊന്നും ആരോടും പറഞ്ഞില്ല. 5 മാസം മുമ്പ് അവരിവിടെ ഇവളെ കൊണ്ടുവന്ന് ആക്കിപ്പോയതാ. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ അവര് തന്നെ കേസ് കൊടുത്തിരിക്കുകയാ. ഇവൾക്കും അവിടെ ഇനിയും ജീവിക്കേണ്ടെന്ന്. അല്ലേലും സ്വസ്ഥതയില്ലാത്ത വീട്ടിൽ എൻ്റെ കുട്ടി ജീവിക്കേണ്ട. ഈ മാസം തന്നെ കോടതിയിൽ നിന്നും ബന്ധം പിരിഞ്ഞു കിട്ടും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ 2 പേരും ഇവിടെ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ മുന്നോട്ട് പോകും. അല്ലേടി കൊച്ചേ? അമ്മായി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. ഉള്ളിലൊരു കുന്ന് കണക്കിന് സങ്കടം നിറച്ചുകൊണ്ടാണ് അമ്മായി അത് പറയുന്നതെന്ന് അവൾക്കും അവനും മനസ്സിലായിരുന്നു. അവളൊന്ന് അമ്മയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അവൾക്ക് അറിയാമായിരുന്നു കുട്ടിയുണ്ടാകാത്തത് ഒന്നുമല്ല പ്രശ്നമെന്ന്. കുട്ടിയുണ്ടാകണമെങ്കിൽ എപ്പോഴെങ്കിലും അയാൾ അവളെ ഒരു ഭാര്യയെപ്പോലെ കാണണ്ടേ? ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമല്ലാതെ അയാൾ അവളുടെ ദേഹത്ത് പോലും തൊട്ടിട്ടില്ല. അവളും അയാളുടെ സ്നേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അയാൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. അയാൾക്ക് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവൾക്ക് ഒരു ഭർത്താവും കുഞ്ഞുമുണ്ട്. അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല. അവളുടെ പേരും പറഞ്ഞായിരുന്നു എപ്പോഴും മടി. ഇത് പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണി വേറെ. ഇപ്പോൾ ആ കുടുംബത്തിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അവർ ബന്ധം പിരിയാൻ പോവുകയാണ്. അവളെ സ്വീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ കുഞ്ഞിനെയും സ്വീകരിക്കുമെന്ന് പറയുന്നു. കാരണം ഈ കുഞ്ഞ് അയാളുടേതാണ് പോലും. ഇതൊക്കെ അയാൾ ഇവളോട് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം കേട്ടിട്ടും അവൾക്ക് യാതൊന്നും തോന്നിയില്ല. 5 കൊല്ലം അയാളുടെ കുത്തുവാക്കും ദ്രോഹവും സഹിച്ച് അവിടെ നിൽക്കേണ്ടി വന്നല്ലോ എന്നൊരു കുറ്റബോധം മാത്രമേയുള്ളൂ. കൂട്ടത്തിൽ എപ്പോഴോ മനസ്സിൽ വേര് മുളച്ചു പോയൊരു ഇഷ്ടം പറയാതെ പോയല്ലോ എന്നും. തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയെന്നറിഞ്ഞാൽ ആള് തന്നെ വെറുക്കുമോ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെയുള്ള പേടി. അതിനേക്കാളുപരി തന്നെ കണ്ടിരിക്കുന്നത് ഒരു അനിയത്തിയുടെ സ്ഥാനത്താണെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചീത്ത കുട്ടിയായി കണ്ടാലോ എന്നുള്ളൊരു പേടി വേറെയും. അങ്ങനെയൊന്ന് അവൾക്ക് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. അന്ന് അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുറുമ്പും കുസൃതിയും കുറച്ചധികം ഉണ്ടെന്നേയുള്ളൂ. ഉള്ളിലെ ഇഷ്ടം എല്ലാവർക്കും മുൻപിൽ തുറന്നു പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. മോനൊന്നും കഴിച്ചില്ലല്ലോ. കായ വറുത്തത് മാത്രമേ ഇവിടെയുള്ളൂ. വെറും ചായ കുടിക്കേണ്ട, അതെടുത്ത് കഴിക്കി. അമ്മായി പറഞ്ഞതും അവനൊരു കഷ്ണം കായ വറുത്തത് എടുത്ത് വായിലേക്ക് വെച്ചു. പക്ഷെ അതിപ്പോഴും തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്തതുപോലെ. ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? അമ്മു ജോലിക്ക് പോകുന്നുണ്ടോ? അവൻ വീണ്ടും ചോദിച്ചു. അവളൊന്നും പറയുന്നില്ല. അവളിപ്പോഴും ഏതോ ലോകത്താണ്. എനിക്ക് തീരെ വയ്യാതായിരിക്കുന്നു ദേവാ. എൻ്റെ കാലം കഴിഞ്ഞാൽ ഇവൾക്ക് ആരാ എന്നോർത്ത എൻ്റെ ആദി മുഴുവനും. ഇവളെ നല്ലൊരുത്തൻ്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണം. പക്ഷേ അതും ഇതുപോലെ തന്നെ ആയാൽ ഞാൻ എന്താ ചെയ്യുക? ഇവളെ ഓർത്ത എൻ്റെ ആദി മുഴുവനും. ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഇവൾക്ക് കൊടുത്ത പൊന്നും പണവും ഒക്കെ തിരിച്ചു കിട്ടും. അതൊക്കെ ഇവളുടെ ഭർത്താവ് ആ ഡോക്ടർ ചെക്കൻ എടുത്തു നശിപ്പിച്ചെന്നാ ഇവള് പറയുന്നത്. ഈ വളം മാത്രം അവൻ എത്ര ചോദിച്ചിട്ടും ഇവൾ കൊടുത്തില്ലെന്ന്. അതിനും ഇവൾക്ക് തല്ലു കിട്ടി. ഇപ്പൊ പൊന്നെന്ന് പറയാൻ ദേ ഈ കയ്യിൽ കിടക്കുന്ന ഈ വളയും ഈ കാതിൽ കിടക്കുന്ന മുട്ടുകമ്മലും മാത്രമേ ഉള്ളൂ. പക്ഷേ കേസ് കൊടുത്ത് ബന്ധം പിരിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്ത പൊന്നും പണവും ഒക്കെ തിരിച്ചു തരേണ്ടി വരും. നമ്മൾ കഷ്ടപ്പെട്ടു കൊടുത്തത് അവന് നശിപ്പിച്ച് കളിക്കാനല്ലല്ലോ. അത് കിട്ടിയാൽ അത് വെച്ച് ഇവളുടെ കല്യാണം നടത്താം. പക്ഷേ അതിന് മുൻപിൽ നിന്ന് നടത്താൻ ആരെങ്കിലും വേണ്ടേ മോനെ? ഞാനും ഇവളും ഒരു ബാധ്യതയാകും എന്ന് കരുതിയിട്ടാകും ആരും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാത്തത് പോലും. അതിനേക്കാളുമൊക്കെ ഇവളൊന്ന് സമ്മതിക്കണ്ടേ? ഇവൾക്ക് ഇനിയൊരു കല്യാണം വേണ്ടെന്നാ പറയുന്നേ. ഓരോന്ന് ഓർത്തെടുത്ത് അമ്മായി പറയുന്നുണ്ട്. അവനാകെ വല്ലാതെയായി. നേരം ഇപ്പോൾ ഇരുട്ടിത്തുടങ്ങും. നല്ലോണം ഇരുട്ടായാൽ പോകുമ്പോൾ പാടത്തൂടെ പോണ്ടാട്ടോ, റോഡിന് പോയാൽ മതി. എന്തേലും കടിച്ചാൽ കാണില്ല, അമ്മായി പറഞ്ഞു. പണ്ടത്തെ അതേ കരുതൽ ഇപ്പോഴും അവരിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അവന് തോന്നി. അവനൊന്ന് അവരെ നോക്കി ചിരിച്ചു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ചായ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തുകൊണ്ട് അവൻ പറഞ്ഞു. എത്ര ദിവസത്തേക്കാ ലീവ്? ഇവിടെ കുറേ ഉണ്ടാവോ?
അമ്മായി വീണ്ടും ചോദിച്ചു. 1 മാസത്തേക്ക്. ലീവ് കഴിഞ്ഞു പോകുന്നതിനിടയ്ക്ക് ഞാൻ വീണ്ടും വരാം. അവൻ പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും 500-ന്റെ 4 നോട്ടെടുത്ത് അമ്മായിയുടെ കയ്യിൽ കൊടുക്കാൻ നോക്കി. അയ്യോ, എന്താ മോനെ ഇത്? ഇതൊന്നും വേണ്ട. അമ്മായി വേഗം തന്നെ പറഞ്ഞു. വേണം അമ്മായി, ഇത് വാങ്ങണം. പണ്ടത്തെ ദേവനായി തന്നെയാണ് എന്നെ കാണുന്നതെങ്കിൽ തീർച്ചയായും അമ്മായി ഇത് വാങ്ങണം. അമ്മായി അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. അമ്മു അപ്പോഴും ഒന്നും പറയുന്നില്ല. അതിലേക്ക് ഒന്നും ഇടപെടാത്തതുപോലെ ആ വളയിലേക്കും നോക്കി ഇപ്പോഴും വെറുതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അവൻ ഉമ്മറത്തു നിന്നും മുറ്റത്തേക്ക് ഇറങ്ങുന്നതിനു മുൻപേ അമ്മുവിനെ ഒന്ന് നോക്കി. അവള് ആ വളയെ തൊട്ട് തലോടിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു. ഇതിനു മാത്രം എന്താണ് ആ വളയിലുള്ളതെന്ന് മാത്രം അവന് മനസ്സിലായില്ല. തന്റെ പ്രിയപ്പെട്ടവൻ അത്രമേൽ കഷ്ടപ്പെട്ട് വാങ്ങി തന്നതാണ്. അതിന്റെ വില അവൾക്കേ അറിയുകയുള്ളൂ. അമ്മു, ഞാൻ പോട്ടെ, അവൻ അവളോട് പറഞ്ഞു. അവൾ അവനെ തലയുയർത്തി നോക്കി. അവളുടെ കണ്ണുകളിൽ നേർത്തൊരു നനവുള്ളതുപോലെ. ഇനി തന്റെ തോന്നലാണോ? അവനൊന്ന് സൂക്ഷിച്ചു നോക്കി. അല്ല, അവളുടെ കണ്ണുകളിൽ നേർത്തൊരു നനവുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്നൊരു നനവ്. പക്ഷേ എന്താണ് അവളുടെ മനസ്സിലുള്ളതെന്ന് മാത്രം അവന് മനസ്സിലാവുന്നില്ല. വിവാഹബന്ധം ഒഴിയാൻ പോകുന്നതിൻ്റെ യാതൊരു സങ്കടവും അവളുടെ മുഖത്തില്ലാത്തതുപോലെ. ചിലപ്പോൾ അത് തൻ്റെ വെറുമൊരു തോന്നലായിരിക്കാം. ഞാൻ പോയിട്ട് വരാം, അവൻ പറഞ്ഞു. അവൾ തലയാട്ടി. പോട്ടെ അമ്മായി. അമ്മായിയോടും കൂടി പറഞ്ഞ ശേഷം അവൻ പതിയെ മുറ്റത്തേക്കിറങ്ങി ചെരുപ്പിട്ടു. ഒന്നുകൂടി അവരെ നോക്കി തലയാട്ടിയ ശേഷം അവൻ പതിയെ മുൻപോട്ട് നടന്നു. അവൾ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൻ വെറുതെ ഒന്ന് ആശിച്ചു. അവളും അതേ ആശയോടെ തന്നെയായിരുന്നു അത്ര നേരം അവിടെ നിന്നിരുന്നത്. പക്ഷേ അതാരും അറിഞ്ഞില്ലെന്ന് മാത്രം. അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, തൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ, എപ്പോഴും തൻ്റെ കൂടെയുണ്ടായിരുന്ന, എല്ലാരേക്കാളും നന്നായി തൻ്റെ മനസ്സ് അറിഞ്ഞിരുന്ന ദേവേട്ടൻ തന്നെയാണോ ഇതെന്ന് പോലും അവൾക്ക് സംശയം തോന്നി. ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇറങ്ങിപ്പോകില്ലായിരുന്നു. അവൾക്ക് കരച്ചിൽ വന്നു. കണ്ണുകൾ നിറഞ്ഞു. ചുണ്ടുകൾ വിതുമ്പി. മുൻപോട്ട് നടന്ന അവൻ ഗേറ്റ് കടക്കുന്നതിന് മുൻപേ ഒന്ന് നിന്നു. പിന്നെ എന്തോ ഓർത്തതുപോലെ തിരിച്ചു വന്നു. അവളും അമ്മായിയും അവൻ പോകുന്നത് നോക്കി ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവൻ ചെരുപ്പ് അഴിച്ചിട്ട് വീണ്ടും ഉമ്മറത്തേക്ക് കയറി. അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ അവനൊന്ന് നോക്കി. ഇപ്പോഴാ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. എന്തോ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണുകൾ. അവൻ അവളുടെ കയ്യിൽ പതിയെ പിടിച്ചു. അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി. അവൻ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ ഒന്ന് ചിമ്മി കാണിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നുപോയി. എന്തിനെന്നറിയാത്തൊരു സന്തോഷം ഹൃദയത്തിൽ അങ്ങനെ തോന്നുന്നു. താൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ നടക്കാൻ പോകുന്നത് പോലെ. ഇവളെയോർത്ത് അമ്മായി പേടിക്കേണ്ട. ഇപ്പോൾ പോയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് വരും. അന്ന് തടസ്സം ഒന്നും പറയാതെ നിറഞ്ഞ മനസ്സോടെ ഇവളെ എനിക്കിങ്ങ് തന്നേച്ചാൽ മതി. പൊന്നും പണവും ഒന്നും വേണ്ട, ഇവളെ മാത്രം മതി. ഒരു കുറവും വരുത്താതെ ഞാൻ നോക്കിക്കോളാം. അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവളും അമ്മായിയും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവർ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടുണ്ട്. എൻ്റെ അമ്മു ഇങ്ങനെയല്ല. ഞാൻ ഇനി വരുമ്പോൾ ഇങ്ങനെയായിരിക്കരുത്. പണ്ടത്തെ അമ്മു ഉണ്ടല്ലോ, എൻ്റെ പിന്നാലെ കുറുമ്പ് കളിച്ചു നടക്കുന്ന, ദേവേട്ടാ ദേവേട്ടാ എന്ന് വിളിച്ച് എനിക്ക് സ്വൈര്യം തരാത്ത അമ്മു, ആ അമ്മു ആയിട്ടിരിക്കണം. കേട്ടല്ലോ? അവൻ അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു. വിടർന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കി നിന്നുപോയി. അവളുടെ കണ്ണിൽ ഇപ്പോൾ കാണുന്ന തിളക്കം, ചുണ്ടിൽ വിരിയാൻ വെമ്പി നിൽക്കുന്ന ചിരി, അത് തന്നെയായിരുന്നു അവനുള്ള ഉത്തരം. അത് മതിയായിരുന്നു അവന്. മോനെ, ഇത് മോൻ മാത്രം തീരുമാനിച്ചാൽ പോരാ. മോന്റെ അമ്മയ്ക്കും വീട്ടുകാർക്കും എല്ലാം ഇഷ്ടമാകണ്ടേ? അവരോടൊന്ന് ചോദിക്കണ്ടേ? അമ്മായി പെട്ടെന്ന് ഓർത്തുകൊണ്ട് ചോദിച്ചു. എൻ്റെ അമ്മയല്ലേ, അമ്മയ്ക്കും ഇഷ്ടാകും. എൻ്റെ ഇഷ്ടാണ് അമ്മയുടെയും ഇഷ്ടം. പിന്നെ നമ്മളെപ്പോലെയൊക്കെ തന്നെ ഇവളുടെ കാര്യത്തിൽ അമ്മയ്ക്കും സങ്കടമുണ്ട്. ഇത് കേട്ടാൽ അമ്മയ്ക്ക് സന്തോഷമാവുകയേയുള്ളൂ. പറഞ്ഞുകൊണ്ട് അവനൊരു ചിരിയോടെ തിരിഞ്ഞു നടക്കാനൊരുങ്ങി. സഹതാപം കൊണ്ടാണോ? അതുവരെ മിണ്ടാതിരുന്ന അമ്മു പെട്ടെന്ന് ഇടയിൽ കയറി ചോദിച്ചു. അതുകേട്ട് അവനൊന്ന് അവളെ നോക്കി ചിരിച്ചു. അല്ല, ഒരിക്കലുമല്ല. പണ്ട് മനസ്സിൽ തോന്നിയ ഒരു ഇഷ്ടം തുറന്നു പറയാത്തതിലുള്ള കുറ്റബോധം മാത്രമേയുള്ളൂ. നിന്റെ നല്ലൊരു ജീവിതത്തിന് എൻ്റെ ഇഷ്ടം ഒരു തടസ്സമാകരുതെന്ന് കരുതി. ഇനിയും മിണ്ടാതിരുന്ന് ഒരു വിഡ്ഢിയാകാൻ വയ്യ. നിന്നെക്കുറിച്ചോർത്ത് ഒത്തിരി വേദനിച്ചു, ഒത്തിരി കരഞ്ഞു. ഇനി വയ്യ. അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ ശരിക്കും വിടർന്നുപോയി. അപ്പോൾ തനിക്ക് തോന്നിയ ഒരു ഇഷ്ടം ദേവേട്ടനും തന്നോട് തോന്നിയിരുന്നോ? അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എനിക്ക് തോന്നിയ അതേ ഇഷ്ടം നിന്റെ ഉള്ളിലും ഉണ്ടായിരുന്നെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ രണ്ടുപേരും അത് തുറന്നു പറഞ്ഞില്ല.
സാരമില്ല, പോട്ടെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി വരാനുള്ളതിനെ പറ്റി ചിന്തിക്കാം. അല്ലേ അമ്മായി? അവൻ ചോദിച്ചതും അവരൊരു ചിരിയോടെ അതേ എന്ന് തലയാട്ടി. ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, സമാധാനം. അവളുടെ ചിരിച്ച മുഖത്തേക്ക് നോക്കി പറഞ്ഞതും എല്ലാവരും ഒന്ന് ചിരിച്ചുപോയി. തെളിഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന മകളെ കണ്ട് ആ അമ്മയ്ക്കും ഒത്തിരി സന്തോഷം തോന്നി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ഇനി യാത്രയില്ല. അവൻ പറഞ്ഞതും അവർ രണ്ടുപേരും ഒരുപോലെ തലയാട്ടി. അവൻ ഉമ്മറത്തു നിന്നും ഇറങ്ങി പതിയെ നടന്നു. അവളും അമ്മയും അവനെ തന്നെ നോക്കി നിന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു തരം സമാധാനം അമ്മായിയുടെ മനസ്സിൽ വന്നു നിറഞ്ഞു. എരിയുന്ന തീയിൽ ആരോ തണുത്ത വെള്ളം കോരി ഒഴിച്ചതുപോലെ. അവളുടെയും അവൻ്റെയും മനസ്സിലും അതുപോലെ തന്നെയായിരുന്നു. വലിയ എന്തോ ഒരു ഭാരം നെഞ്ചിൽ നിന്നും അകന്നു പോയതുപോലെ. സങ്കടങ്ങൾക്കും വേദനകൾക്കും പകരമായി എന്നോ മറന്നു കളയാൻ ശ്രമിച്ച പ്രിയപ്പെട്ട ഇഷ്ടം വീണ്ടും ചിറകടിച്ചുയരുന്നത് പോലെ, പുതിയൊരു ജീവിതം മുള പൊട്ടുന്നത് പോലെ. അപ്പോൾ അവിടം വീശിയ ആ ഇളം കാറ്റിന് ആശ്വാസത്തിന്റെ തണുപ്പായിരുന്നു. അത് അവർ 3 പേരെയും പതിയെ തലോടിക്കൊണ്ടിരുന്നു.